രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്നു. 358 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് 6491 കോവിഡ് ബാധിതരുണ്ട്. ഈ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, ഒരു വലിയ ആഘാതത്തിൻ്റെ ഓർമ്മയുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുമ്പോൾ വലിയ ആശങ്ക രാജ്യത്താകമാനം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഇന്നിപ്പോൾ 358 പുതിയ ആക്റ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഇതിൽ രാജ്യത്ത് ഇപ്പോൾ 6491 പേർ കോവിഡ് ബാധിതരാണെന്നും ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ കേരളത്തിൽ തന്നെയാണ്. അത് കേരളത്തിൽ 1957 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിലൊരു ആശ്വാസനമുള്ളത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണവും ഒരു സംസ്ഥാനത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇതുവരെയും ഈ തരംഗത്തിൽ 65 കോവിഡ് മരണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുവെ നോക്കുമ്പോൾ ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ട്. അതിൽ ഗുജറാത്ത് 980, അതോടൊപ്പം തന്നെ കർണാടക 423, മഹാരാഷ്ട്ര 607 എന്നിങ്ങനെയാണ് ഈ ഒരു കണക്കുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു 500 മുകളിലുള്ള കോവിഡ് കണക്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് ഈ ഒരു 1957 കേസുകൾ. പക്ഷേ എന്തായാലും മരണസംഖ്യയിലേക്ക് ഒരു നിരക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. കോവിഡ് വിമുക്തരാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഇന്നലെ മാത്രം ഏകദേശം 6861 പേർ കോവിഡ് വിമുക്തരാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കോവിഡ് രോഗികളുടെ അല്ലെങ്കിൽ ആക്റ്റീവ് കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 6000. സിബി ജോസഫ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കൃത്യമായ പരിശോധനകൾ ഉള്ളതുകൊണ്ടാണ് രോഗികളുടെ എണ്ണം കൃത്യമായി കണക്കിൽ വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് കുറവാണ്. അതുകൊണ്ട് അവിടെ മരണനിരക്ക് കൂടുതലായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം കാണിക്കുന്നില്ല. അതാണ് ഏറ്റവും കഴിഞ്ഞ കോവിഡിൻ്റെ കാലത്തും ഉണ്ടായിരുന്ന സംഭവങ്ങൾ ആയിരുന്നു. ഇപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികൾ, അതായത് മാസ്ക്, സാനിറ്റൈസർ, അകലം, ഈ രീതിയിലേക്ക് പോകേണ്ട ഒരു അനിവാര്യത ഇപ്പോഴുള്ള ഘട്ടങ്ങളിലുണ്ടോ? എന്താണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് നൽകുന്ന സൂചനകൾ? സിബി. അജിംഷാദ്, ഈ കേന്ദ്ര ആരോഗ്യ വകുപ്പ് നൽകുന്ന ഈ തവണത്തെ ഒരു തരംഗം എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ എങ്കിലും അതീവമായി ജാഗ്രത വേണം. കോവിഡ് വ്യാപനം ഉണ്ടാകാത്ത സൂചന എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി സിബി ജോസഫാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.